നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSC പരീക്ഷകളിൽ മിക്കപ്പോഴും റിലേറ്റീവ് പ്രൊണൗണുമായി ബന്ധപ്പെട്ട് ചോദ്യം വരുമ്പോൾ വിച്ച് ആണോ ദാറ്റ് ആണോ എന്നൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പരിഹരിക്കുന്ന രീതിയിലുള്ള ക്ലാസ്, അത് വിച്ചും ദാറ്റുമായി ബന്ധപ്പെട്ട ക്ലാസ് നമ്മൾ ഇതിനോടകം ഇട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ PSC പരീക്ഷകളിൽ ഈയിടെയായി തുടർച്ചയായി കാണുന്ന ഒരു സംഭവമാണ് വിച്ചാണോ ഓഫ് വിച്ച് ആണോ. ഓക്കെ, എന്തായാലും നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്ത് വരും നമുക്ക് നോക്കാം. ദിസ് ഈസ് ദ മാർക്ക് ഡാഷ് ഷീ ഗോട്ട് ഇൻ ദ എക്സാം. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ മാർക്കാണ് അവൾക്ക് എക്സാമിന് കിട്ടിയെന്നാണ്. അപ്പം ഈ മാർക്ക് അല്ലെങ്കിൽ ഇത് എന്ന രീതി വരുമ്പോൾ അങ്ങനെ മാത്രം വരുന്നുവെങ്കിൽ, അതായത് ഇതെന്നോ അല്ലെങ്കിൽ ഇവ എന്നൊക്കെ രീതിയിൽ മാത്രം അർത്ഥം വരുന്നുവെങ്കിൽ നമ്മളവിടെ എന്ത് ഉപയോഗിച്ചാൽ മതി? വിച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പം ഇവിടെ അങ്ങനെ മാത്രമേ വരുന്നുള്ളൂ. ഈ മാർക്ക് അല്ലെങ്കിൽ ഇത് എന്നൊരു അർത്ഥം മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ അർത്ഥം മാത്രം വരുമ്പോൾ നമുക്ക് വിച്ചാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വിച്ച്. അപ്പോൾ ഇവിടെ വിച്ചാണ് കറക്റ്റ് ആൻസർ. എന്നാൽ അടുത്ത ചോദ്യം നമ്മൾ നോക്കുമ്പോൾ ദിസ് ഈസ് ദ മാറ്റർ ഡാഷ് ഷീ ഈസ് പ്രൗഡ്. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് അവൾ അഭിമാനം കൊള്ളുന്നത്? ഈ കാര്യത്തെക്കുറിച്ചാണ്. അവിടെ കുറിച്ച് എന്നൊരു അർത്ഥം വരണം അല്ലേ? അപ്പം ഈ കാര്യത്തെക്കുറിച്ചാണ് അവൾ അഭിമാനം കൊള്ളുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ആ കുറിച്ച് എന്നൊരു അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ കുറിച്ച് എന്നൊരു അർത്ഥം നൽകുന്ന ഏതൊക്കെയാണ്? നമുക്ക് ഓഫ് തരാം, അല്ലെങ്കിൽ എബൌട്ട്. ഓഫിനും എബൌട്ടിനുമാണ് എന്ത്? കുറിച്ച് എന്നൊരർത്ഥം വരുന്നത്. അപ്പം അവൾ പ്രൗഡാവുന്നത് അല്ലെങ്കിൽ അവൾ അഭിമാനിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഈ കാര്യത്തെക്കുറിച്ചാണ്. അപ്പം നമ്മൾ വിച്ച് മാത്രം എഴുതിയാൽ ശരിയാവത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? വിച്ചിൻ്റെ മുമ്പ് നമ്മൾ ഓഫോ അല്ലെങ്കിൽ എബൌട്ടോ എഴുതണം. അതെന്തിനെ ആശ്രയിച്ചാണ്? ഇവിടെ വന്നിരിക്കുന്ന ഈ പ്രൗഡ് ഈ വാക്കിനെ ആശ്രയിച്ചാണ്. പ്രൗഡ്, തിങ്ക് എന്നൊക്കെ വരുവാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ? ഓഫേ ഉപയോഗിക്കാവൂ. എന്ത് ഉപയോഗിക്കാവൂ? ഓഫ്. ശ്രദ്ധിക്കുക, പ്രൗഡെന്നോ നമ്മൾ എഴുതി വരുമ്പോൾ ഏറ്റവും അവസാനം പ്രൗഡെന്നോ അല്ലെങ്കിൽ തിങ്കെന്നോ അല്ലെങ്കിൽ അപ്രൂവ്ഡെന്നോ അങ്ങനെയൊക്കെയുള്ള വാക്കുകളുണ്ടല്ലോ, അല്ലെങ്കിൽ അവെയർ. അപ്പം അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ വരുമ്പോൾ അവിടെ നമ്മൾ കുറിച്ച് എന്നൊരർത്ഥത്തിൽ നമ്മൾ ഓഫേ ഉപയോഗിക്കാവൂ. അപ്പം അതുകൊണ്ട് നമ്മൾ ഓഫ് ഉപയോഗിക്കണം. എന്നിട്ട് അതിനുശേഷം നമ്മൾ വിച്ച് എഴുതാവും. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓഫ് വിച്ച് എന്നായിരിക്കും. എന്തായിരിക്കും? ഓഫ് വിച്ച്. എന്തുകൊണ്ടാണ് നമ്മൾ ഓഫ് വിച്ച് എന്ന് എഴുതിയത്? ഇവിടെ ഇത് എന്നൊരു അർത്ഥം മാത്രമല്ല, അതിനെ കുറിച്ച് എന്നൊരർത്ഥം വരുന്നു. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഓഫ് വിച്ചാണ് വരേണ്ടത്. പിന്നെ എളുപ്പമാർഗം എന്ന് പറയുന്നത് ഈ പ്രൗഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വന്നേ പറ്റൂ. അങ്ങനെ പ്രൗഡ് എന്ന് വന്നിട്ട് അവിടെ ഒരു പ്രിപ്പോസിഷൻ ഇല്ല എങ്കിൽ ഈ പ്രിപ്പോസിഷൻ നമ്മൾ ആരുടെ കൂടെ ആഡ് ചെയ്യണം? വിച്ചിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പം ഓഫ് വിച്ച്. നമുക്കിത് ഈ രീതിയിലും പറയാം, പിന്നെ ഇങ്ങനെയും പറയാം. എങ്ങനെ? നമുക്ക് ഓഫ് തന്നിട്ടുണ്ടാവും. ഈ പ്രൗഡിന് ശേഷം നമുക്കിതിൽ ഓഫ് തന്നിട്ടുണ്ടാവും. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് എഴുതാവും? വിച്ച് എഴുതാവും. അതുപോലെ തിങ്ക് തന്നിട്ട് അതിനുശേഷം ഓഫ് ഉണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഓഫ് വിച്ച് എന്ന് എഴുതണ്ട, വിച്ചെന്ന് മാത്രം എഴുതിയാൽ മതി. അതുപോലെ അപ്രൂവ്ഡ് ഓഫ്, ആ ഓഫ് അവിടെ ഉണ്ടെങ്കിൽ പിന്നീട് നമ്മൾ വിച്ച് മാത്രം എഴുതിയാൽ മതി. എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയായിരുന്നു? ഇവിടെ ഓഫ് ഇല്ലായിരുന്നു. ഓഫ് ഇല്ലാതെ വന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ കുറിച്ചെന്നുള്ള അർത്ഥം കൂടെ വരുത്തണം. എന്തിൻ്റെ കൂടെ? വിച്ചിൻ്റെ കൂടെ. അപ്പോൾ അതുകൊണ്ട് ഓഫ് വിച്ച് നമ്മളിവിടെ ആൻസറായിട്ട് എഴുതി. എന്നാൽ ഇവിടെ നോക്കിയപ്പോൾ ഓഫ് ഉണ്ട്, അതുകൊണ്ട് നമ്മളിവിടെ വിച്ച് മാത്രം എഴുതി. ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് വരാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് നോക്കുമ്പോൾ ദാറ്റ് വാസ് ദ തിങ് ഡാഷ് ഹി റെഫേർഡ്. ഈ റെഫേർഡിനും ഒരു പ്രത്യേകതയുണ്ട്. റെഫേർഡിന് ശേഷം വരേണ്ട പ്രിപ്പോസിഷൻ ഏതാണ്? ടു ആണ്. അതാണ് റെഫേർഡ് ടു. റെഫർ എന്ന് എവിടെ എഴുതിയാലും നമ്മളവിടെ ടു എന്ന് എഴുതിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. തിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ വിച്ചാണ് വരേണ്ടത്. ഓക്കെ, പക്ഷേ റെഫേർഡ് എന്ന് വന്ന സ്ഥിതിക്ക് അതിനുശേഷം ടു വരണം, അല്ലെങ്കിൽ അതിനോടൊപ്പം ടു നിൽക്കണം. ആ ടു ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ ടു എടുത്ത് വിച്ചിൻ്റെ കൂടെ എഴുതാം. അപ്പം ടു വിച്ച് എന്ന് വരും. ഓക്കെ,
ഇപ്പോൾ ഇവിടെ ടു ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വിച്ചിനോടൊപ്പം ടു എഴുതി ആൻസർ ആക്കുന്നു. ടു വിച്ച്. ഇനി അല്ലാതെ അർത്ഥം നോക്കിയാലോ, ദാറ്റ് വാസ് ദ തിങ് ഹി റെഫേർഡ്. ആ കാര്യത്തെയാണ് അവൻ പരാമർശിച്ചത്. അപ്പോൾ കാര്യത്തെ, അതിനെ, അവിടെ നെ എന്നൊരർത്ഥം വരണം. കുറിച്ച് എന്നൊരർത്ഥം വരുമ്പോൾ നമ്മൾ ഓഫും നേ അല്ലെങ്കിൽ ന് എന്നൊക്കെ അർത്ഥം വരണമെങ്കിൽ വിച്ചിൻ്റെ കൂടെ ടൂവും ചേർക്കണം. വിച്ചിൻ്റെ തൊട്ട് മുമ്പാണ് ഇതെല്ലാം ചേർക്കേണ്ടത്. ടു വിച്ച് റിലേറ്റീവ് പ്രൊനൗൺ എഴുതുന്ന സമയത്ത് നമ്മൾ വിച്ചിൻ്റെ തൊട്ട് മുമ്പിൽ ടു എന്ന് ചേർക്കണം. എങ്ങനെ? നേ അല്ലെങ്കിൽ ന് അല്ലെങ്കിൽ ക്ക് എന്നൊക്കെ അർത്ഥം വരുന്നെങ്കിൽ, അല്ലെ നേ അല്ലെങ്കിൽ ന് നമ്മൾ പറഞ്ഞു നോക്കണം, അല്ലെങ്കിൽ ക്ക് എന്നൊക്കെ ഇതിൻ്റെ അർത്ഥം വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ടു വരണം. ഇനി കുറിച്ച് എന്നൊരു അർത്ഥമാണെങ്കിൽ നമ്മൾ ഓഫ് അല്ലെങ്കിൽ എബൌട്ട് എഴുതാം. പ്രൗഡ്, തിങ്ക്, അപ്രൂവ് എന്നൊക്കെ വരുവാണെങ്കിൽ ഓഫ്. ഓക്കെ, അങ്ങനെയൊന്നും അല്ല എങ്കിൽ നമുക്ക് എബൌട്ട് എഴുതാം. ഇവിടെ നോക്കുമ്പോൾ അതിനെയാണ് അല്ലെങ്കിൽ ആ കാര്യത്തെയാണ് അല്ലെങ്കിൽ അതിനെ ആണ് അവൻ പരാമർശിച്ചത്. അപ്പം റെഫറിന് ശേഷം നമുക്ക് ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇവിടെ ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഇല്ല എങ്കിൽ ആ ടു ഈ റിലേറ്റീവ് പ്രൊനൗണോടുകൂടി ആഡ് ചെയ്ത് ടു വിച്ച് എന്ന് നമ്മൾ ആക്കണം. അപ്പോൾ ദാറ്റ് വാസ് ദ തിങ് ടു വിച്ച് ഹി റെഫേർഡ്. ഇനി ഇവിടെ ടു എന്ന് ഉണ്ടായിരുന്നെങ്കിലോ, ഇവിടെ നമ്മൾ വിച്ച് എന്ന് മാത്രം എഴുതിയാൽ മതി. ഇവിടെ ടു ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ടു വിച്ച് എന്ന് എഴുതാം. ആണ്ട് ഉദാഹരണം ഇവിടെ കിടപ്പുണ്ട്. ദാറ്റ് വാസ് ദ തിങ് ഡാഷ് ഹി റെഫേർഡ് ടു. ഈ ക്വസ്റ്റനിൽ ടു തന്നിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ പിന്നീട് നമ്മളിവിടെ എന്ത് എഴുതാവൂ? വിച്ച് എന്ന് മാത്രമേ എഴുതാവൂ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ദിസ് ഈസ് ദ പെൻസിൽ ഡാഷ് ഷീ ഡ്രൂ ദ പിക്ചർ. എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പെൻസിലാണ് അവൾ പടം വരച്ചത് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ പെൻസിലാണ് അവൾ പടം വരച്ചതെന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ആവുമോ? അങ്ങനെ ആകുമ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ വിച്ച് മാത്രം എഴുതിയാൽ അങ്ങനെ ആയിരിക്കും അർത്ഥം വരിക. ഇവിടെ നമ്മൾ വിച്ച് എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും അർത്ഥം വരിക? ഈ പെൻസിലാണ് അവൾ പടം വരച്ചത്. അങ്ങനെ പറഞ്ഞുകൂടാ. ഒന്നുകിൽ ആ പെൻസിലിന്റെ പടം വരച്ചെന്ന് വരണം, അല്ലെങ്കിൽ ആ പെൻസിൽ കൊണ്ടാണ് ഈ പടം വരച്ചെന്ന് വരണം. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? കൊണ്ടെന്ന, അതുകൊണ്ട്, അതായത് പെൻസിൽ കൊണ്ടാണ് അവൾ പടം വരച്ചത് എന്നാണ് അർത്ഥം വേണ്ടത്. അങ്ങനെ കൊണ്ട് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? വിത്ത് നമുക്ക് ഉപയോഗിക്കാം, ബൈ ഉപയോഗിക്കാം, വിത്തോ ബൈയോ ഉപയോഗിക്കാം. പക്ഷെ വിത്ത് നമ്മൾ എപ്പോഴായിരിക്കും ഉപയോഗിക്കുക? ഏതെങ്കിലും ഡിവൈസ് വെച്ച്, ഏതെങ്കിലും ഒരു ഉപകരണം വെച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ വിത്ത് ഉപയോഗിക്കും. ഏതെങ്കിലും ഏജന്റ് അല്ലെങ്കിൽ വ്യക്തികൾ, ഏതെങ്കിലും വ്യക്തികളെ കൊണ്ടാണ് നമ്മൾ, അല്ലെങ്കിൽ വ്യക്തികളാൽ എന്ന് വിചാരിക്കുമെങ്കിൽ നമുക്ക് ബൈ ആണ് ഉപയോഗിക്കേണ്ടത്. ഡിവൈസ് ആകുമ്പോൾ നമ്മൾ വിത്ത് ഉപയോഗിക്കണം. കൊണ്ട് എന്നൊരർത്ഥം വരാം. ഇവിടെ നോക്കുമ്പോൾ പെൻസിലാണ്. പെൻസിൽ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഒരു ഡിവൈസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ വിത്ത് വിച്ച് എന്നേ പറയാവൂ. ഓക്കെ, അപ്പം ആൻസർ വിത്ത് വിച്ച് എന്നായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ വിച്ച് എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോവും. പെൻസിൽ കൊണ്ട്, അതുകൊണ്ട് എന്നൊരർത്ഥമാണ് ഇവിടെ വരേണ്ടത്. അല്ലെങ്കിൽ ഈ പെൻസിൽ കൊണ്ടാണ് അവൾ ഈ പറയുന്ന പടം വരച്ചത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വിച്ച് മാത്രം എഴുതിയാൽ പോരാ, ആ കൊണ്ട് എന്നർത്ഥം വരുന്ന വിത്ത് നമ്മൾ എഴുതണം. അപ്പം ഇവിടുത്തെ കറക്റ്റ് ആൻസർ വിത്ത് വിച്ച് എന്നായിരിക്കും. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദാറ്റ് വാസ് ദ ബോക്സ് ഡാഷ് ഷീ കെപ്റ്റ് ഹിസ് സ്റ്റഫ്. ഈ പെട്ടിയിലാണ് അവനവൻ്റെ സ്റ്റഫെല്ലാം സൂക്ഷിച്ചത്. സ്റ്റഫ് എന്ന് വെച്ചാൽ സാധനങ്ങൾ, അവൻ്റെ സാധനങ്ങൾ സൂക്ഷിച്ചത് ഈ ബോക്സിലാണ്. അപ്പോൾ ബോക്സ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതായത് വിച്ചെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിനുള്ളിൽ, അതിൽ എന്നൊരർത്ഥം വരണം, അർത്ഥം ഉണ്ട്. അതിൽ എന്നൊരർത്ഥം, ഇൽ എന്നൊരർത്ഥം വരണം. ആ പെട്ടിയിൽ. അപ്പം ഇല്ലെന്നൊരർത്ഥം വരണമെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഉള്ളിൽ അല്ലെങ്കിൽ അകത്ത് അല്ലെങ്കിൽ ഇൽ എന്നൊക്കെ ഒരു അർത്ഥം വരണമെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ വിച്ചെന്ന് മാത്രം എഴുതിയാൽ തെറ്റിപ്പോകും. കാരണം പെട്ടിക്കുള്ളിൽ ആണ് അവനവൻ്റെ സ്റ്റഫ് സൂക്ഷിച്ച്, അവൻ്റെ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത്. അങ്ങനെയാകുമ്പോൾ ഇവിടെ എന്താ വരേണ്ടത്? ആൻസർ ഇൻ വിച്ച് എന്നാണ് വേണ്ടത്. എന്താണ്? ഇൻ വിച്ച്. ഇൻ വിച്ച് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇവിടെ വിച്ച് എന്ന് മാത്രം എഴുതിയാൽ തെറ്റും. കാരണം എന്താ? പെട്ടിക്കുള്ളിലാണ് അവൻ്റെ സാധനങ്ങൾ, അല്ലെങ്കിൽ ഈ പെട്ടിയിലാണ്, അല്ലെങ്കിൽ ആ പെട്ടിയിലാണ് അവൻ്റെ സാധനങ്ങൾ അവൻ സൂക്ഷിച്ച് വെച്ചിരുന്നത് എന്നാണ് പറയുന്നത്. പെട്ടിയിൽ. ഓക്കെ, അങ്ങനെ അർത്ഥം വരണമെങ്കിൽ ഇന്നുകൂടെ വന്നേ പറ്റത്തുള്ളൂ.
അതുകൊണ്ടാണ് നമ്മൾ വിച്ചിൻ്റെ കൂടെ ഇൻ ചേർക്കുന്നത്. അപ്പോൾ ഇൻ വിച്ച്. ദാറ്റ് വാസ് ദ ബോക്സ് ഇൻ വിച്ച് ഹി കെപ്റ്റ് ഹിസ് സ്റ്റഫ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദിസ് വാസ് ദ പൗണ്ട് ഡാഷ് ഹി ഡൈവ്ഡ്. എന്താണ് ഡൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാമല്ലോ, വെള്ളത്തിലേക്കൊക്കെ എടുത്ത് ചാടുന്നതിന് നമ്മൾ ഡൈവ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഈ പോണ്ടിലേക്കാണ് അവൻ എടുത്ത് ചാടിയത്. പോണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വിച്ച് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ വിച്ച് മാത്രമല്ല വേണ്ടുന്നത്, അതിലേക്ക്, ലേക്ക് എന്നൊരർത്ഥം വരണം. ലേക്ക്, അതിലേക്ക്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും നദിയിലേക്കോ അല്ലെങ്കിൽ കുളത്തിലേക്കോ ഒക്കെ എടുത്ത് ചാടുമ്പോൾ അതിലേക്ക് എന്നൊരർത്ഥം വരണമെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? ഇൻറ്റു ആണ് ഉപയോഗിക്കുന്നത്. എന്താണ്? ഇൻറ്റു. ഓക്കെ, ഇൻറ്റു. അപ്പോൾ ഇവിടെ വിച്ച് എന്ന് മാത്രം എഴുതിയാൽ ശരിയാവത്തില്ല. ഇൻറ്റു വിച്ച്. ഓക്കെ, അപ്പം ദിസ് വാസ് ദ പോണ്ട് ഇൻറ്റു വിച്ച് ഹി ഡൈവ്ഡ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഇൻറ്റു വിച്ച്. ഓക്കെ, പുഴയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും കുളത്തിലേക്കൊക്കെ എടുത്ത് ചാടുന്നതിന് നമ്മൾ അതിലേക്ക് എന്നൊരർത്ഥമുണ്ട്. അങ്ങനെ അതിലേക്ക് എന്നൊരർത്ഥം വരണമെങ്കിൽ ഇൻറ്റു ആണ്. അല്ലെങ്കിൽ ഡൈവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളപ്പുറത്ത് ഇൻറ്റു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഇൻറ്റു ഇല്ല എങ്കിൽ നമ്മൾ ഈ വിച്ചിൻ്റെ കൂടെ ഇൻറ്റു ചേർത്ത് ഇൻറ്റു വിച്ച് എന്ന് എഴുതുക. അപ്പോൾ ദിസ് വാസ് ദ പോണ്ട് ഇൻറ്റു വിച്ച് ഹി ഡൈവ്ഡ്. ഇവിടെ ഇൻറ്റു വിച്ച് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദാറ്റ് വാസ് ദ ഇൻസിഡൻറ്റ് ഡാഷ് ഹി വാസ് ടെല്ലിങ് അസ്. ആ സംഭവത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അതായിരുന്നു ആ സംഭവം, അതിനെക്കുറിച്ചാണ് അവൻ ഞങ്ങളോട് പറഞ്ഞത്. അപ്പം അതിനെക്കുറിച്ച്, അപ്പം അത് അല്ലെങ്കിൽ അത് എന്നർത്ഥം വരണമെങ്കിൽ നമുക്ക് വിച്ച് ഉപയോഗിക്കാം. ഓക്കെ, ഇനി അതിനെക്കുറിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞു കുറിച്ചു എന്നർത്ഥം വരണമെങ്കിൽ ഓഫോ അല്ലെങ്കിൽ എബൌട്ടോ വരണം. ഇതിനകത്ത് ഏതെങ്കിലും ഈ വിച്ചിൻ്റെ കൂടെ വരണം. ഇവിടെ ടെല്ലിങ് ആയതുകൊണ്ട് നമ്മൾ എബൌട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എബൌട്ട് വിച്ച്. ഓക്കെ, അപ്പോൾ ദാറ്റ് വാസ് ദ ഇൻസിഡൻറ്റ് എബൌട്ട് വിച്ച്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ, എബൌട്ട് വിച്ച്. ഓക്കെ, ഇനി അടുത്ത ദിസ് ഈസ് ദ ലാസ്റ്റ് ബസ് ഡാഷ് വി ക്യാൻ ഗോ ദെയർ. ഇതാണ് ആ ലാസ്റ്റ് ബസ്, അതിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വാഹനത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനം ഉപയോഗിച്ച് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വാഹനങ്ങളുടെ തൊട്ടുമുമ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ബൈ ആണ്. ഇതാണ് ബൈ. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വിച്ച്, ഈ ബസ്സിനെ സൂചിപ്പിക്കാൻ നമുക്ക് വിച്ച് എഴുതാം. അങ്ങനെ വിച്ചെന്ന് മാത്രം എഴുതിയാൽ പോരാ, നമ്മൾ എങ്ങനെ എഴുതാം? വിച്ചിൻ്റെ തൊട്ടുമുമ്പ് നമ്മൾ ബൈ എന്ന് ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ ലാസ്റ്റ് ബസ് ബൈ വിച്ച് വി ക്യാൻ ഗോ ദെയർ. ഇതാണ് ആ ലാസ്റ്റ് ബസ്, ആ ബസ്സിൽ നമുക്ക് പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ സഞ്ചരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ സഞ്ചാരത്തെ സൂചിപ്പിക്കുമ്പോൾ വാഹനങ്ങളുടെ തൊട്ടു മുമ്പിൽ നമുക്കെന്ത് ഉപയോഗിക്കണം? ബൈ ഉപയോഗിക്കണം. അതുകൊണ്ട് നമ്മൾ ബൈ വിച്ച് എന്ന് പറയണം. അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബൈ വിച്ച് ആണ്. അടുത്ത ചോദ്യം, ദാറ്റ് വാസ് ദ ബൈനോക്കുലർ ഡാഷ് ഹി വാസ് ഏബിൾ ടു സീ ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ്. ഇതാണ് ആ ബൈനോക്കുലർ. ആ ബൈനോക്കുലറിലൂടെ അവൻ എന്ത് ചെയ്യാൻ പറ്റി? ആ ബിൽഡിങ്ങിൻ്റെ ടോപ്പ് കാണാൻ കഴിഞ്ഞു എന്ന്. അപ്പം അതിലൂടെ, ഊടെ എന്നൊരർത്ഥം വരണം. അത് ഉള്ളത് നമുക്കറിയാം വിച്ച്. ഇനി അതിലൂടെ എന്ന് പറഞ്ഞെങ്കിൽ ആ ഊടെ എന്നർത്ഥം വരുന്ന സംഭവം വരണം. അതേതാ? ത്രൂ ആണ്. ഏതാണ്? ത്രൂ. THROUGH. അപ്പോൾ വിച്ചിൻ്റെ തൊട്ടുമ്പോൾ നമ്മൾ ത്രൂ ഉപയോഗിക്കണം. അങ്ങനെ ഇത് ഇപ്പം പറയുമ്പോൾ അർത്ഥം കറക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ത്രൂ വിച്ച്. അപ്പോൾ നമ്മൾ അർത്ഥം മനസ്സിലാക്കി വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. നമ്മൾ പറയുമ്പോൾ അത് എന്ന് മാത്രമേ അർത്ഥമുള്ളെങ്കിൽ നമുക്ക് വിച്ച് എഴുതാം. എന്നാൽ അതിലൂടെ എന്ന് പറഞ്ഞെങ്കിൽ ത്രൂ വിച്ച്. ഓക്കെ, ഇനി അതുകൊണ്ട് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് വിത്ത് വിച്ച്. ഇനി നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ബസ്സിനകത്ത് സഞ്ചരിച്ചു എന്ന് പറയാൻ നമ്മൾ ബൈ വിച്ച്. ഇനി അതിൽ എന്നർത്ഥം വേണമെങ്കിൽ ഇല്ലെന്നർത്ഥം വരുന്നത് ഇൻ വിച്ച്. ഇനി അതിലേക്ക് ഇൻറ്റു വിച്ച്. ഇനി അതിനെക്കുറിച്ച് ഓഫ് വിച്ച് അല്ലെങ്കിൽ എബൌട്ട് വിച്ച്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ അർത്ഥം മനസ്സിലാക്കി വേണം നമ്മൾ എഴുതാൻ. ഇതെല്ലാം കാര്യങ്ങളെ സൂചിപ്പിക്കുമ്പോഴാണ് നമ്മൾ പറയേണ്ടത്. കാര്യങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ വിച്ച് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ പ്രത്യേകതകളുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിച്ചുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിച്ച് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോണൗൺ നമ്മുടെ ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കുക. ക്വസ്റ്റ്യനിൽ അത് എന്ന് മാത്രമേ അർത്ഥമുള്ളെങ്കിൽ നമുക്ക് വിച്ച് എഴുതാം. അല്ലാതെ ഈ പറയുന്നത് പോലെ അതിലൂടെ അല്ലെങ്കിൽ അതിൽ, അതിലേക്ക് എന്നൊക്കെ രീതി വരുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രിപ്പോസിഷൻ നമ്മൾ ഈ വിച്ചിനോടൊപ്പം ആഡ് ചെയ്ത് വേണം ആൻസർ എഴുതാൻ. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു.
എന്നോടൊപ്പം തന്നെ ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ നമ്മൾ വിച്ചും ഡാറ്റും തമ്മിലുള്ള വ്യത്യാസവും നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. അതും കൂടെ കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ആ ക്ലാസ്സും കൂടെ കാണാം. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.